ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ഞാൻ മീൻ എന്താ പറയുക വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു പണി നോക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വീഡിയോയും പിന്നെ ഞങ്ങൾ വീടിൻ്റെ പുറത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകണമായിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ. അപ്പം ഞാൻ ദേ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള പണികൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നായി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി അത്ര അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഇട്ട് കൊടുക്കണേ. പിന്നെ നല്ല മസാല നന്നായി പിടിച്ചാലാണ് നമുക്ക് ആ മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ എരിവും ഉപ്പൊന്നും പിടിക്കാത്ത പോലെ ഇങ്ങനെ പച്ചമീൻ പോലൊരു എഫക്റ്റ് വരും. അപ്പോൾ അതിനാണ് നമ്മൾ നന്നായിട്ട് മസാല അതിൽ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മീൻ വറുക്കുമ്പോഴൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് അല്ലേ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് ദാരിദ്ര്യമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇത് മീനിൽ പുരട്ടി കൊടുക്കണമല്ലോ. മീൻ നമുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിൽ മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലേ. ആൾക്കാർ വിചാരിക്കും ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയണതല്ലേ എന്ന്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മീൻ പൊള്ളിക്കണത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഒരു വട്ടമാണ് മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഒരു റെസിപ്പി ഇങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ തോന്നി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഇത് പിലോപ്പിയാണ് കേട്ടോ, മീൻ കരിമീനൊന്നും അല്ല കേട്ടോ, സാധാരണ പിലോപ്പി മീനാണ്. അപ്പം ഇതൊന്നും അങ്ങനെ അധികം മേടിക്കലില്ല. പിലോപ്പിയൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് മേടിക്കാറുള്ളൂ, അങ്ങനെ മേടിക്കാറൊന്നുമില്ല പിലോപ്പി. അപ്പോൾ അത് മേടിച്ച സമയത്ത് എന്തായാലും ഇങ്ങനെ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണേ. അപ്പോൾ എല്ലാ മീനിലേക്കും നമ്മൾ നന്നായിട്ട് മസാല തിരുമ്പി വെക്കുന്നുണ്ട്. ആദ്യം മീൻ വെറുതെ വറുത്തെടുക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തോന്നി മീൻ പൊള്ളിച്ചാലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാ മീനിലും മസാല തിരുമ്പി വെച്ചിട്ടുണ്ട്. ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദോശത്തട്ടിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മീനെ എടുത്ത് വറക്കണുള്ളൂ കേട്ടോ. എല്ലാ മീനും പൊള്ളിക്കണില്ല, 2 എണ്ണം. എങ്ങനെയുണ്ട് എന്നറിയണമല്ലോ. നമ്മൾ ആവേശത്തിലെല്ലാം കൂടി ചെയ്തിട്ട് ഇനി ഇവർ കഴിക്കുമോ കഴിക്കില്ല എന്നുള്ളതൊന്നും അറിയില്ല. ഉണ്ണികൾ പിള്ളേർ ആദ്യമായിട്ടാണ് കഴിക്കണം. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മീനിൽ വെറുതെ ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വേപ്പിൻ്റെ തൈ ഉണ്ട്. അപ്പോൾ അതുമ്പോൾ 2-3 ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മണത്തിന് വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നന്നായി എന്താ പറയുക മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ആ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുത്താൽ മതി. അപ്പോൾ ആ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ, നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഞാനൊരു 2 ചെറിയ സബോള എടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഗ്രേവി വേണമല്ലോ. ആ ഗ്രേവിയിലല്ലേ നമ്മളിത് ഇലയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സബോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, വേപ്പിൻ്റെ ഇലയിടാം. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഉപ്പ്, ഈ സബോള വഴന്ന് വരാനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സബോള നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കണം. പിന്നെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നാളികേരപ്പാൽ ഒഴിക്കാത്തൊരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി നാളികേരപ്പാൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള റെസിപ്പി വെച്ചത്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ആദ്യമായിട്ടുള്ള പരീക്ഷണം ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുൻപ് ഒരു വട്ടം ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അതിനേലൊക്കെ എന്തോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാരണം എന്നറിയില്ല, അതിനേലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പിലോപ്പി മീൻ ഒരു കുത്തുണ്ട്, ഒരു ടേസ്റ്റിലൊരു ഒരു സ്മെല്ലൊരു കുത്തുണ്ടാവും. ഞാൻ ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും കഴിക്കുമ്പോഴും അതുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ മീനിൻ്റെ സ്മെല്ല് ഒഴിച്ചാൽ ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സബോള വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും
കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ കുറച്ച് നാളികേരം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി, ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പാലെടുത്തു, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്നിങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ തിളച്ചിങ്ങനെ നല്ല കട്ടിയായിട്ട് കുറുകി വരും ആ ഒരു ചാറിങ്ങനെ ഗ്രേവി ആയിട്ട്. അത് നമുക്ക് ഈ മീനിൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ കുറേ വലിച്ചു നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഒന്നും ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. എന്നും നമുക്ക് ഒരേ സാധനങ്ങൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മടുപ്പല്ലേ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം അത് നല്ലതല്ലേ. പക്ഷെ അതിന് വേണ്ടി നമ്മൾ കുറേ കാശ് ചിലവാക്കുക എന്നുള്ളതല്ല, നമ്മുടെ വീട്ടിൽ അതിനുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിലെന്ത് വെറൈറ്റി ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രസത്തിന്. ഇപ്പോൾ ഈ മീൻ തന്നെ എനിക്ക് വറുത്ത് കഴിക്കായിരുന്നു, അപ്പോൾ ആരും ഇവിടെ ഒന്നും ചോദിക്കില്ല. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി വെറൈറ്റി ആവാം, എന്തെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ റെസിപ്പികൾ സെർച്ച് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധി തലയിൽ ഉദിച്ചത്. അപ്പോൾ ഇതേ ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചു, ഇന്ന് നന്നായി കുറുക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതേ വാഴയിലേക്ക് മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അത് 2 ഭാഗം ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ടാണ് ഞാൻ ഇല വാട്ടിയെടുത്തിരിക്കുന്നത്. നല്ല മണമായിരിക്കും ഇല. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ട് ഞാൻ ഈ മസാല ആദ്യം കുറച്ച് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് വാഴയില കെട്ടിയെടുത്തിട്ട് 2 ഭാഗം നമുക്ക് നേരത്തെ വെച്ച ആ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ്. നമുക്കത് മീൻ വറുത്തെടുക്കണ ആ ഒരു ടൈം ഒഴിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ആ ഗ്രേവി മാത്രം മതി നമുക്ക് ചപ്പാത്തിയോ ദോശയോ ഒക്കെ കഴിക്കാനായിട്ട്. ആ ഒരു ഗ്രേവി, മക്കൾ 2 പേരും മീനിലധികം ഗ്രേവി കൂട്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി കഴിച്ചത്. മീൻ അവർക്ക് ഇഷ്ടമായി, പക്ഷെ ആ ഒരു കുത്താണ് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തോന്നിയത് ആ ഒരു സ്മെല്ലാണ് ആ മീനിൻ്റെ. കരിമീനിനൊന്നും അങ്ങനെ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നണു, എനിക്കറിയില്ല. പക്ഷെ ഇത് പിലോപ്പി ആയതുകൊണ്ടായിരിക്കും ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ബാക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ വാഴയില നന്നായി മടക്കിയിട്ട് അത് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം. വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം. ഞാനിനി വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത് എന്തെങ്കിലും അയിലയോ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന്. കാരണം എനിക്ക് അയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയില ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ആവേശത്തിൽ കഴിക്കാൻ തോന്നും. എനിക്ക് അയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയില വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അതേ നമ്മുടെ ഇലയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആദ്യമൊന്നും കെട്ടിയപ്പോൾ അത്ര ശരിയായൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒറ്റ ഇലയിൽ തന്നെ ഒരു മടക്കി കിട്ടുന്നുണ്ട്. എനിക്ക് 2 ഇലയൊക്കെ വെക്കേണ്ടാവുന്ന അപ്പുറമൊക്കെ അതൊന്ന് കവറായിട്ട് വരാനായിട്ട്. പിന്നെ ഒരു വിധത്തിലൊക്കെ കെട്ടി സെറ്റപ്പാക്കി വെച്ചു. അങ്ങനെയാണ് റെഡിയാക്കി എടുത്തത്. എനിക്കിതേപോലെ പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചിക്കനായാലും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് വീട്ടിൽ തിന്നാനുണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ടേസ്റ്റിൽ കിട്ടിയാൽ മതി, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്നും പാളാറില്ല കേട്ടോ, നല്ലതാവാറുണ്ട്. ഇത് 2 ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചതിരിഞ്ഞുള്ള പലഹാരം. അപ്പോൾ അതും ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയെന്ന് പറയുന്നത് അങ്ങനെ ആൾക്കാരും ബഹളമൊന്നുമില്ല. ചുറ്റും പാടത്തിൻ്റെ നടുക്കുള്ള കുറച്ച് ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളങ്ങളാണ്. അത്ര ആഴല്ലെങ്കിൽ പോലും ഈ മീൻ പിടിക്കാനായിട്ട് പണ്ട് വർഷങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കുറച്ച് മീൻ കുളങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കുറേ കാലം മുൻപ് ഇങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാടമുണ്ട്, തൊട്ടപ്പുറത്തെ പാടത്ത് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചേട്ടൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമാണ് അത്, അവിടെ അധികം ആൾക്കാരൊന്നും പോവില്ല, പണ്ടൊക്കെ ഒരു മീൻ പിടിക്കാൻ പോയിരുന്നു എന്നുള്ള കഥകളൊക്കെ നമുക്ക് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് എത്തിയപ്പം ചേട്ടൻ ഞങ്ങളെയും കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ കാണാനായിട്ട്. നല്ല സ്ഥലമാണ്. ആളും താമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലം, നിശബ്ദമായൊരു സ്ഥലമാണ്. പക്ഷെ പോവാൻ സത്യം പറഞ്ഞാൽ മോന് നല്ല പേടിയുണ്ടായിരുന്നു. ചെറിയ ആൾക്ക് അവൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. അവൻ എപ്പോഴും പറയും അപ്പാ പാമ്പ് വരുമപ്പോൾ അല്ലെങ്കിൽ അത് വരുമപ്പോൾ ഇതിപ്പോൾ വരും. കാരണം ഒരു അനക്കമില്ലാത്തൊരു സ്ഥലമല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു ഹൊറർ മൂഡാണ്, മൊത്തത്തിൽ പേടിയാവും. ഞങ്ങളൊരു 5 നേരത്തെ പോയത്. ആ പോയ സമയത്തൊരു പേടി, അവന് ഭയങ്കര പേടിയായിരുന്നു. അവൻ ഓരോനക്കം കാണുമ്പോൾ അവിടെ പാമ്പുണ്ട് ഇവിടെ പാമ്പുണ്ട് എന്നൊക്കെ കൊണ്ട് ഓളിയിടായിരുന്നു കേട്ടോ. സത്യത്തിലൊന്നും ഞങ്ങൾ കണ്ടൊന്നുമില്ല, എങ്കിൽ പോലും അവന് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ചെളിക്കുണ്ടുകളാണേ ഫുള്ളും അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നടന്നു പോകണം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ പോയി നിന്ന് പിള്ളേരെയൊക്കെ കുറേ പറഞ്ഞ് പേടിപ്പിച്ചു.
അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ് പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് കുറച്ച് നേരം അവിടെ തട്ടിമുട്ടിയൊക്കെ നടന്ന് ഒരു ഇരുട്ടാവണം, ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആവാറാവുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. നമ്മൾ എന്താ പറയുക, കുറേ ടൂറ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതിലൊരു രസമില്ല. നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് തന്നെ കാണാനുണ്ടാവുന്ന ചില ചില സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ ഈവനിങ് ഒക്കെ കുറച്ച് നേരം മക്കളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ പോയാലും എനിക്ക് യാത്രകൾ പോകാൻ അല്ലെങ്കിൽ ഞാൻ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് എന്തൊക്കെ വയ്യായി ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനത് മൈൻഡാക്കാറില്ല. അപ്പോൾ പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തെണ്ടാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്ര പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ കാടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കുളം ഇങ്ങനെ കല്ലൊക്കെ വെച്ച് കെട്ടി പടവൊക്കെ സെറ്റ് ചെയ്ത് പഞ്ചായത്തുകാരൻ അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇവൻ്റെ ഒരു വരവ്. ചേരയായിരുന്നു സംഭവം. നമ്മൾ ഉപദ്രവിക്കില്ല, ആൾ മീനെ തിന്നാൻ വരുന്നത്. നിറച്ച് മീനുള്ള കുളമാണ്. വെക്കാനാ വന്നേ, പാമ്പിനാണ്ട വീഡിയോ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓളി കേട്ടിട്ട് പാമ്പാണ് പേടിച്ചത്. കാരണം അത് അവിടെ പൊടിമീനെ തിന്നാൻ വേണ്ടി വരുന്നതാണ്. ആളെനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ ചെല്ലുമ്പോൾ. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവിടെ ബഹളമായത്. ഇവരുടെ ഓളിയും ചേട്ടൻ്റെ ഓളിയും എല്ലാ ഓളിയും കൂടിയായപ്പോൾ അവിടെ ആകെ ബഹളമായി. പാമ്പ് പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയാണ്. അത് സ്ഥിരം പോയി വരുന്നൊരു സ്ഥലമുണ്ട്, അത് കാണാൻ പറ്റാണ്ട് അതിനും വെപ്രാളമായി. ഇപ്പം അതേ ആൾക്ക് കിട്ടണ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആൾ കയറിപ്പോയിട്ടോ. പാവം, അത് ആകെ പേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓളിയും ബഹളം കേട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്ന് കുളിച്ചു. പിള്ളേർ കുറേ നേരം വെള്ളത്തിൽ കുഞ്ഞു കുഞ്ഞു പൊടിമീനെയൊക്കെ പിടിച്ച് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്നു അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞൊരു വ്ളോഗായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.